രാവിലെ തന്നെ എഴുന്നേറ്റ് ജിമ്മിലും പോയിട്ട് നേരെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ട്രിവാൻഡ്രം ടു എറണാകുളം വരെ വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളി ലുക്കായിരുന്നു. വണ്ടിയൊക്കെ മേടിച്ചിട്ട് നേരെ ക്ലാസ്സിലും പോയിട്ട് നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോയി ഒരു അവിൽ മിൽക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷാജിക്കാടെ കടയിലാണ് ഞങ്ങൾ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അടിപൊളി ഒരു നോർമൽ അവിൽ മിൽക്ക് ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നേരെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇതൊക്കെ. ക്ലാസ്സിലൊക്കെ പോയി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ബ്രൗണി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ചെന്നടഞ്ഞ് തന്നെ ബ്രൗണി എടുത്ത് ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബ്രൗണിയൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ പോയത് അപ്പുചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പുചേച്ചിയുടെ വീട്ടിലോട്ട് വരുന്ന വഴി നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ കൊണ്ടിട്ട് നേരെ വന്നപ്പോഴത്തേക്കും ബേബീസ് രണ്ടുപേരും ഓടി വരുവാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും തന്നെ കയ്യും പിടിച്ച് അകത്തോട്ട് എന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കളിച്ച് നടക്കുവാണ്. അങ്ങനെ അവര് കളിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടി 2 മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തപ്പോഴത്തേക്കും അവർ ഹാപ്പിയായി. അങ്ങനെ അപ്പുചേച്ചി 2 പേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ് ഒരു മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവര് സർക്കിൾ ചെയ്യുവാണ്. ഇവർ ബേബീസിന് സർക്കിൾ ചെയ്യാൻ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും കൂടെ 2 ബോട്ടിലായിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേർക്കും ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാനും അപ്പു ചേച്ചിയും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പോനിക്കരയിലോട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ കാളാഞ്ചിയാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു ആ കാളാഞ്ചി. ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച മീനൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറും ചെമ്മീൻ കറിയും പിന്നെ മീൻകറിയും മോരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാളാഞ്ചി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. നല്ല തവ ഫ്രൈ ചെയ്ത കാളാഞ്ചി ആയിരുന്നു. നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു അതിൻ്റെ. പിന്നെ മസാല പിന്നെ എടുത്ത് പറയേണ്ട നൈസായിരുന്നു. ഞാനിങ്ങനെ പുറത്ത് പോയി മീനൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ നിന്ന് കഴിച്ച മീൻ അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിരുന്നു. ഞാനും അപ്പൂച്ചയും കൂടെ ആസ്വദിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. മസാല തന്നെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രവും മീനും ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ മീൻ ബോൺ മാത്രമേ ഉണ്ടായുള്ളൂ ലാസ്റ്റ്. ഫുഡൊക്കെ വയറ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുജിക്ക് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തൊണ്ട വരെ ഫുഡായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡിന്റെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഈവനിങ് എനിക്ക് ജിമ്മിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് അർജുൻ ചേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും ബേബീസിൻ്റെ അടുത്തും ബൈ പറഞ്ഞിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് പോയി. അപ്പോൾ ഓക്കെ ബൈ.